ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഇതുവരെ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എങ്ങനെയാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപപ്പെട്ടത്, പിന്നെ നമ്മൾ പ്രിയാമ്പിളിനെ പറ്റി പറഞ്ഞു, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തെ പറ്റി പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ്സ് അതായത് മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു. ഇനി അതുപോലെ കണക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ അഥവാ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തറിയാം ഒരു ഇന്ത്യൻ പൗരൻ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്? നമ്മുടെ രാജ്യം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ചില അവകാശങ്ങളാണ്. അതായത് ഈ അവകാശം ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് നമുക്ക് രാജ്യം നൽകുന്ന ഒരു സംരക്ഷണമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ തരുന്നത്. അതേ രാജ്യത്തെ സേവിക്കേണ്ടത് അല്ലെങ്കിൽ അതേ രാജ്യത്തിന് നല്ല രീതിയിൽ ഉതകുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മുടെ കൂടി കടമയാണ്. അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകളിലൂടെ പറയുന്നത്. ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ അല്ലെങ്കിൽ സാംസ്കാരിക പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓരോ ഇന്ത്യൻ പൗരനെയും പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ പൗരന്മാരുടെയും കടമയാണ്. അതായത് രാഷ്ട്രത്തോട് ഓരോ പൗരന്മാരും ചെലുത്തേണ്ട കടമയാണ്, അത് നിറവേറ്റാനുള്ളതാണ്. അതാണ് ഈ പറയുന്ന മൗലിക കർത്തവ്യങ്ങളിലൂടെ പറയുന്നത്. ഇനി ഞാൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലൂടെ നിറവേറ്റാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയുടെ പാർട്ട് 4A നിന്നാണ് എടുത്തിരിക്കുന്നത്. അതായത് പാർട്ട് 4A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കടം കൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 51A പറയുന്നത്, അതായത് ഭരണഘടന രൂപപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഭരണഘടന രൂപപ്പെടുന്ന സമയത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. അതായത് 1950 ജനുവരി 26 നമുക്കൊരു ഭരണഘടന രൂപീകൃതമാകുന്നു, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. പിന്നീട് 1976 അമെന്റ്മെന്റ് ഉണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഈ പറയുന്ന പ്രിയാമ്പിളിലൊക്കെ പഠിച്ചതാണ്. 1976 42nd അമെന്റ്മെന്റ്, അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42nd അമെന്റ്മെന്റ് പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടതെന്ന് പറയുന്നത്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് നയിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആദ്യ സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവരണം, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവരണം എന്ന ആവശ്യം മുൻനിർത്തി കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പിന്നീട് കൂട്ടിച്ചേർത്തത്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ്. നമ്മൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് USSR നിന്നാണ്. റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടമെടുത്തിരിക്കുന്നതൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് 5D ആസൂത്രണം, 5D ആസൂത്രണം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ USSR അഥവാ റഷ്യയിൽ നിന്നെടുത്ത 5D ആസൂത്രണം എന്നൊക്കെ കോഡ് വെച്ച് പഠിച്ചു, അത് ആ ക്ലാസ് നോക്കുക. അപ്പോൾ ഈ പറയുന്ന 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ആദ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്. അപ്പോൾ ആദ്യം ആഡ് ചെയ്യുന്ന സമയത്ത് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതേസമയം പിന്നീട് 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്ത് നിലവിൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് കാണപ്പെടുന്നത്. നമുക്കറിയാം 2002 86ാം ഭരണഘടനാ ഭേദഗതി നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തതാണ്? ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് 86ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ആ ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ 21A വന്നതെന്നൊക്കെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പഠിച്ചതാണ്. അപ്പൊ അതേ അമെന്റ്മെന്റ് പ്രകാരം 2002 11 എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്ത് നിലവിൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്, മൗലിക കടമകളാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്, മാത്രം ബാധകമായവയാണ്. അത് ഇപ്പൊ വിദേശ പൗരന്മാർക്ക് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തല്ല, ബാധകമല്ല എന്ന് പറയാൻ പറ്റും. ഇനി ഈ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഓരോ ക്ലോസുകളായിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. 51A ക്ലോസ് A, 51A ക്ലോസ് B, 51A ക്ലോസ് C എന്ന് പറഞ്ഞ് 51A ക്ലോസ് K വരെയുള്ള രീതിയിലാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ABCDEFGHIJK എന്ന് പറയുന്ന ക്ലോസുകളായിട്ടാണ് കാണപ്പെടുന്നത്. അതിനെ വിളിക്കുന്നത് ക്ലോസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 11 ക്ലോസുകളായിട്ട് 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ
ആർട്ടിക്കിളിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പരാമർശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 51A ക്ലോസ് എ ആണ്. അപ്പോൾ 51A ക്ലോസ് എ പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവ എന്ത് ചെയ്യുക, ആദരിക്കുക എന്നുള്ളതാണ്. ദേശീയ സ്ഥാപനങ്ങളെയും ആദരിക്കുക എന്നുള്ളതാണ് ആദ്യം പറയുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് 51A ക്ലോസ് ബി ആണ്. അതായത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ അവരെ എന്ത് ചെയ്യുക, അവരെ പിന്തുടരുക, അവരുടെ ആദർശങ്ങളെ പിന്തുടരുക എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, പിന്തുടരുക എന്നുള്ളതാണ് 51A ക്ലോസ് ബിയിൽ പറയുന്നത്. ഇനി 51A ക്ലോസ് സിയിൽ പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും എന്ത് ചെയ്യുക, കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അടുത്തത് 51A ക്ലോസ് ഡിയിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും നമ്മൾ എന്തായിരിക്കണം, സജ്ജരായിരിക്കണം, അല്ലെങ്കിൽ സന്നദ്ധത പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. അടുത്തത് 51A ക്ലോസ് ഇ ആണ്. ഇ എന്ന് പറയുമ്പോൾ മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക, സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ധർമ്മമാണ്. അതായത് മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിവ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു സഹോദരരെ പോലെ ഒരു കുടക്കീഴിൽ കഴിയുക എന്നുള്ളതാണ് ഈ പറയുന്ന 51A ക്ലോസ് ഇയിൽ പറയുന്നത്. ഒരു മതസൗഹാർദ്ദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി 51A ക്ലോസ് എഫ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ നമ്മൾ എന്ത് ചെയ്യുക, ബഹുമാനിക്കുക എന്നുള്ളതാണ്. അടുത്തത് 51A ക്ലോസ് ജി ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. പരിസ്ഥിതി, വനം, തടാകം, നദി അത്തരത്തിലുള്ള പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അതായത് ജീവികളോട് അനുകമ്പയോടുകൂടി പെരുമാറുക. അതായത് പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് 51A ക്ലോസ് ജി എന്ന് പറയുന്നത്. ഇനി 51A ക്ലോസ് എച്ച് ആണ്. സയന്റിഫിക് ടെമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശയമാണ്. അതായത് 51A ക്ലോസ് എച്ച് എന്ന് പറയുന്നത് ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. അതായത് ശാസ്ത്രത്തോട് ഒരു അവബോധം ഉണ്ടാക്കുക. അതാണ് സയന്റിഫിക് ടെമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെഹ്റു ഒക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ സയന്റിഫിക് ടെമ്പർ ഒക്കെ. അപ്പം രാഷ്ട്രത്തെ അറിയുന്നതിനോടൊപ്പം നമ്മൾ സയൻസിനെ കൂടി അറിയാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ സയൻസിനെ വളർത്തുക, ശാസ്ത്ര അവബോധത്തെ വളർത്തുക, അതൊക്കെയാണ് സയന്റിഫിക് ടെമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 51A ക്ലോസ് എച്ച് അതും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഇനി 51A ക്ലോസ് ഐ എന്ന് പറയുന്നത് പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പൊതു സ്വത്ത് സംരക്ഷിക്കുക. ഇപ്പം പൊതുവായിട്ട് വെക്കുന്ന സംഭവങ്ങൾ, ഈ പറയുന്ന തെരുവ് വിളക്കുകൾ പോലെയുള്ള പൊതു സ്വത്തുക്കളുണ്ട്. അപ്പൊ ഇതൊക്കെ സാധാരണഗതിയിൽ ആളുകൾ കല്ലെറിഞ്ഞ് ഉടയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി പൊതു സ്വത്തുക്കൾ, അതായത് പൊതു കിണറുകളാണെങ്കിലും പൊതു വാട്ടർ ടാങ്കുകളാണെങ്കിലും അത്തരത്തിലുള്ളതെല്ലാം എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് 51A ക്ലോസ് ഐയിൽ പറയുന്നത്. ഇനി 51A ക്ലോസ് ജെയിൽ പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് രാഷ്ട്രത്തെ ഔന്നത്യത്തിലേക്ക്, അതായത് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, അവരുടേതായിട്ടുള്ള രീതിയിലുള്ള മികവ്, അവർക്ക് ഏതെങ്കിലും മേഖലകളിൽ മികവ് കാണുമല്ലോ, അത് മാക്സിമം ഉപയോഗപ്പെടുത്തി രാഷ്ട്രത്തിനെ ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി 51A ക്ലോസ് കെ ആണ്. ഈ പറയുന്ന 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം ആഡ് ചെയ്തത്. അതെന്താണ്, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകേണ്ടത്, സാഹചര്യം ഒരുക്കേണ്ടത് ആ കുട്ടിയുടെ രക്ഷകർത്താവിനാണ്. അതിപ്പോൾ രക്ഷകർത്താവ് എന്ന് പറയുമ്പോൾ അച്ഛനോ അമ്മയോ രക്ഷകർത്താവായി ഇരിക്കുന്ന ആർക്കോ ഈ പറയുന്ന കാര്യം ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഓരോ രക്ഷിതാവും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഉറപ്പാക്കുക, അതായത് നിർബന്ധിതവും ഫ്രീയുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നതാണ് 51A ക്ലോസ് കെ എന്ന് പറയുന്നത്. അതാണ് പിന്നീട് ആഡ് ചെയ്യപ്പെട്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്നാൽ വോട്ടവകാശം, അതുപോലെ രക്തദാനം, പ്രഥമ ശുശ്രൂഷ ഇതൊന്നും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതല്ല. കാരണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ എവിടെയും പറയുന്നില്ല നിങ്ങൾ കൃത്യമായിട്ടും രക്തദാനം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ വോട്ട് കൊടുത്തേ പറ്റൂ എന്ന് എവിടെയും പറയുന്നില്ല. അപ്പോൾ അത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജസ്റ്റിസിബിൾ അല്ല. അതായത് ജസ്റ്റിസിബിൾ അല്ല എന്ന് പറയുമ്പോൾ, അതായത് ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മൗലിക അവകാശത്തെ പോലെ നമുക്ക് എവിടെ സമീപിക്കാൻ പറ്റത്തില്ല, കോടതിയെ സമീപിക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ കോടതിയിൽ പോയി സ്ഥാപിച്ച് എടുക്കാനായിട്ട് പറ്റില്ല. അതാണ് നോൺ ജസ്റ്റിസിബിൾ, അല്ലെങ്കിൽ ജസ്റ്റിസിബിൾ അല്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരു വാക്കാണ് നോൺ ജസ്റ്റിസിബിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോൺ ജസ്റ്റിസിബിൾ ആണ്, പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റിസിബിൾ ആണ്. കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പോയി കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് സ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി കോടതിയെ സമീപിക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അതാണ് നോൺ ജസ്റ്റിസിബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം. വളരെ ചെറുതാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്.